ദമാം ഇസ്ലാമിക് കൾച്ചറൽ സെന്റർ മലയാള വിഭാഗം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വആലിഹി വസഹ്ബിഹി വമൻ വാലാ വബഅദ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ അം ഹസിബല്ലദീന യഅമലൂന സയ്യിആതി അൻ യസ്ബിഖൂന സാഅ മാ യഹ്കുമൂൻ എന്നാണ് പറഞ്ഞത്. സയ്യിആത്ത് എന്ന തിന്മകൾ, ഷിർക്ക് മുതൽ ഇങ്ങോട്ടുള്ള എല്ലാ തെറ്റുകൾക്കും സയ്യിആത്ത് എന്ന് പറയും. അത് പ്രവർത്തിക്കുന്നവർ ധരിക്കുന്നു, വിചാരിക്കുന്നു എന്നുള്ളതാണ്. അവിടെ അതിൻ്റെ മുമ്പിൽ അം വന്നു. അപ്പോൾ അവിടെ ഈ അം എന്നുള്ളത് വിചാരിക്കുകയാണോ അല്ലെങ്കിൽ വിചാരിക്കുന്നു എന്നുള്ള ആശയത്തെ ബോധിപ്പിക്കും. ഉദ്ദേശം അങ്ങനെ വിചാരിക്കേണ്ട. യസ്ബിഖൂന, അവർ നമ്മെ തോൽപ്പിക്കാൻ, അവരെ പിടികൂടാനും ശിക്ഷിക്കാനും കഴിയാതെ അവർക്ക് നമ്മെ തോൽപ്പിക്കാനാകുമെന്ന് വിചാരിക്കുകയാണോ അങ്ങനെ വിചാരിക്കണ്ട എന്നുള്ളതാണ്. സാഅ മാ യഹ്കുമൂൻ, അവർ ആധരിക്കുന്നത് എത്ര മോശം, അല്ലെങ്കിൽ അവർ വിധിക്കുന്നത് എത്ര മോശം, അവരുടെ വിധി എത്ര മോശം, അല്ലെങ്കിൽ അവർ വിധിക്കുന്ന കാര്യം എത്ര മോശം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്. ആദ്യം വിശ്വാസികളുടെ വിചാരത്തെക്കുറിച്ച് പറഞ്ഞു. അലിഫ് ലാം മീം അഹസിബന്നാസ് അൻ യുത്രകൂ അൻ യഖൂലു ആമന്ന വഹും ലാ യുഫ്തനൂൻ. അതിനെക്കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പരാമർശിച്ചതിന് ശേഷം അള്ളാഹ് പറഞ്ഞു വലഖദ് ഫതന്നല്ലദീന മിൻ ഖബ്ലിഹിം ഫലയഅലമന്ന അല്ലാഹു അല്ലദീന സദഖൂ വലയഅലമന്നൽ കാദിബീൻ എന്നൊക്കെ പറഞ്ഞിട്ട് വിശ്വാസികൾ പിന്നെ വിചാരിക്കുന്ന വിഷയത്തെക്കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. അതിനുശേഷം അവിശ്വാസികൾ വിചാരിക്കുന്നതിനെക്കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ് ഹസിബല്ലദീന യഅമലൂന സയ്യിആത്ത്. നമ്മൾ പറഞ്ഞു അബൂജഹൽ, വലീദ് ഇബ്നുൽ മുഗീറ, ഉത്ബത്ത്, ഷൈബത്ത്, ഇങ്ങനെ തുടങ്ങി ഉള്ള ആളുകളുണ്ടല്ലോ, ബഹുദൈവ വിശ്വാസികൾ, അവിശ്വാസികൾ, അവരുടെ വിചാരത്തെക്കുറിച്ചാണ് പിന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. ഈ അം എന്നുള്ളത് മുത്തസിൽ മുൻഖത്തിയ എന്ന് പറഞ്ഞ് വ്യാകരണത്തിൽ പറയും. അം എന്നുള്ളത് രണ്ട് നിലക്ക് മുത്തസിൽ. അപ്പം സവാഉൻ അലൈഹിം എന്താ അൻദർതഹും അം ലം തുൻദിറുഹും. അം, അവിടെ അം വന്നു. അവിടെ അതിന് പിന്നെ മുത്തസില എന്ന് പറയും. അം അൽ മുത്തസില. അവിടെ നോക്കിയേ, ആ അൻദർതഹും, താങ്കൾ അവർക്ക് മുന്നറിയിപ്പ് നൽകിയാലും, അം അതല്ല ലം തുൻദിറുഹും, മുന്നറിയിപ്പ് നൽകിയിട്ടില്ലെങ്കിൽ ഒരുപോലെയാണെന്ന് പറയുന്നത്. അവിടെ അം വന്നപ്പോൾ അതിന് മുത്തസില എന്ന് പറയാൻ കാരണം അതിന് മുമ്പ് ഒരു ഹംസ മുൻകടന്നു. അൻദർതഹും. പിന്നെ വിരുദ്ധ ആശയങ്ങൾക്കിടയിലാണ് അത് വന്നത്. അൻദർതഹും, നീ മുന്നറിയിപ്പ് നൽകി, ലം തുൻദിറുഹും, മുന്നറിയിപ്പ് നൽകിയില്ല. വിരുദ്ധമായ രണ്ട് ആശയങ്ങൾക്കിടയിലാണ് ആര് വന്നത്? അവിടെ അം വന്നത്. അങ്ങനെ അം വരുന്നിടത്ത് അതിനെക്കുറിച്ച് അം അൽ മുത്തസില എന്ന് പറയും. ഔ എന്ന അർത്ഥത്തിലായിരിക്കും. അപ്പോൾ ഔ എന്ന അർത്ഥത്തിൽ അം വരും, അം വരും. മുൻഖത്തിയ എന്ന് പറയും. അപ്പം അത് ഇപ്പം ഈ നമ്മൾ പറഞ്ഞ മാതിരി വിരുദ്ധ ആശയങ്ങൾക്കിടയിലല്ല വരിക. ഹംസ അ എന്നുള്ള ആ ഹംസ ഉണ്ടല്ലോ, അത് അതിന് മുൻകടന്നിട്ടുണ്ടാവില്ല ഇവിടുത്തേതുപോലെ. അപ്പോൾ ഇവിടെ ബൽ എന്ന അർത്ഥത്തിൽ, ബൽ എന്ന അർത്ഥത്തിൽ എന്ന് പറഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശ്വാസികൾ വിചാരിക്കുന്നതിനെ കുറിച്ച് പറഞ്ഞു. അഹസിബന്നാസ് അല്ലേ. എന്നിട്ട് അവരുടെ വിശ്വാസ വിഷയത്തെ അള്ളാഹു പരാമർശിച്ചതിന് ശേഷം പിന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവിശ്വാസികളുടെ വിചാരം അതുമായി ബന്ധപ്പെട്ട് പറയുകയാണ്. അപ്പം അത് വേർതിരിക്കാനുള്ള ഒരു അവ്യയം, അതാണ് ഇവിടെ ഈ അം. വ്യാകരണമാണത്. ഏതായാലും അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു സാഅ മാ യഹ്കുമൂൻ, ഈ അവിശ്വാസികളുടെ വിധി വളരെ മോശം. സബഖ് എന്ന് പറഞ്ഞാൽ ഫൗത്ത് എന്നർത്ഥം. ഫൗത്ത് എന്ന് പറഞ്ഞാൽ നഷ്ടമാവുക എന്നുള്ളതാണ്. മുസാബക്ക, എന്താ മുസാബക്ക? മുസാബക്ക മത്സരമല്ലേ. മത്സരത്തിൽ രണ്ടാളൊപ്പാണ് അല്ലേ. കുറച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരാൾ നഷ്ടമാവും അല്ലേ. നഷ്ടമാകുമ്പോൾ അയാൾ തോറ്റിട്ടാണ് അല്ലേ. അപ്പോൾ ആമയും മുയലും പാഞ്ഞില്ലേ ഓടി, ഫിനിഷിങ് പോയിന്റിൽ ആര് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ? ആമ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. മുയൽ ഇല്ല, ഒപ്പല്ല, മുയലിനെ നഷ്ടമായി. അതുകൊണ്ടാണ് ഇയാൾ ജയിച്ചു പറയുന്നത്. ഏതായാലും ഈ സബക്ക് എന്ന് പറഞ്ഞാൽ ഫൗത്ത് എന്നാണ്, നഷ്ടമാകുക എന്നർത്ഥം. പിന്നെ അതിന് ഉദ്ദേശാർത്ഥമാണ് പിന്നെ ഈ മത്സരം ചെയ്യൊക്കെ. അലാ കുല്ലിൻ ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, തിന്മ ചെയ്യുന്നവർ അവർ വിചാരിക്കുകയാണോ നമ്മെ മുൻകടക്കാം, തോൽപ്പിക്കാം,
എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അള്ളാഹ്ക്ക് അവരെ പിടികൂടാനും ശിക്ഷിക്കാനും അവർക്ക് കിട്ടാത്ത വിധം അള്ളാഹിനെ തോൽപ്പിക്കാം എന്നാണ് അവർ വിചാരിക്കുന്നത്. അവരുടെ വിധി എത്ര മോശം. അങ്ങനെ അവർക്ക് വിചാരം ഉണ്ടായിരുന്നു. നരകത്തിന് അലൈഹ തിസ്അത്താശർ, നരകത്തിൽ 19 പാറാവുകാർ കാവൽക്കാരുണ്ട് എന്ന് പറഞ്ഞപ്പോൾ അബൂജഹലൊക്കെ പറഞ്ഞില്ലേ, 18 ആളെ ഞാൻ നോക്കിക്കോളാം, ഒരാളെ നിങ്ങളെല്ലാവരും നോക്കിയാൽ മതി. അഥവാ നമ്മൾ നരകത്തിൽ പോയാൽ തന്നെയും 18 ആളുകളെ ഞാൻ കൈകാര്യം ചെയ്യാം, കാവൽക്കാരായ നരകത്തിൻ്റെ മലക്കുകളെ ഞാൻ കൈകാര്യം ചെയ്യാം, ഒരാളെ നിങ്ങളെല്ലാവരും നോക്കിയാൽ മതി. അങ്ങനെ ഒരു ഭാഷയായിരുന്നു അവർക്ക്, പരിഹാസ ഭാഷ. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അതുകൊണ്ടാണ് പറയുന്നത് സഅമാ യഹ്കുമൂൻ, അവർ വിധിക്കുന്നത് അല്ലെങ്കിൽ അവരുടെ വിധി എത്ര മോശം എന്നാണ്. ഇനി ഇവിടെ മൻ കാന യർജു ലിഖാ അല്ലാഹ് ഫഇന്ന അജലല്ലാഹി ലആത് വഹുവ സമീഉൽ അലീം. മൻ കാന യർജു ലിഖാ അല്ലാഹ്. എന്താ യർജു? റജ യർജു, റജായിൽ നിന്നാണ്. റജ അമൽ എന്നാണ് അർത്ഥം. അമൽ പ്രതീക്ഷ. ചില സമയത്തിൽ ഖൗഫ് എന്ന അർത്ഥത്തിന് വരും, പേടിക്കുക എന്ന അർത്ഥത്തിൽ വരും റജ. ഇവിടെ റജ യർജു എന്ന് പറഞ്ഞാൽ പ്രതീക്ഷിക്കുന്നു. മൻ കാന യർജു ലിഖാ അല്ലാഹ്, അള്ളാഹുവിനോടുള്ള ലിഖായിനെ പ്രതീക്ഷിക്കുന്നവർ, വല്ലവരും പ്രതീക്ഷിക്കുകയായാൽ, മൻ ഷർത്തിയാണ്. മൻ കാന യർജു ലിഖാ അല്ലാഹ്, അള്ളാഹുവിനോടുള്ള ലിഖായിനെ വല്ലവരും പ്രതീക്ഷിക്കുകയായാൽ ഫ ഇന്ന അജലല്ലാഹി ലആതിൻ. ഇവിടെ അള്ളാഹുവിനോടുള്ള ലിഖായിനെ വല്ലവരും പ്രതീക്ഷിക്കുകയായാൽ അതിൻ്റെ ജവാബിൽ ഫസിഹത്തിൻ്റെ ഫയാണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫല്യസ്തഇദ്, അവനതിന് തയ്യാറാകട്ടെ, ഒരുങ്ങട്ടെ. അവനതിന് തയ്യാറാകട്ടെ, ഒരുങ്ങട്ടെ എന്നാണ്. എന്തിനാ അങ്ങനെ ഒരുങ്ങട്ടെ, തയ്യാറാകട്ടെ എന്ന് പറയുന്നത്? ഇന്ന അജലല്ലാഹി ലആതി. ഇന്ന അജലല്ലാഹ്, ഇന്ന എന്നാണ് അവിടെ കാരണം. തീർച്ചയായും നടത്തേണ്ട കാരണം നടത്തേണ്ടത്. ഇന്ന അജലല്ല, കാരണം അള്ളാഹുവിൻ്റെ അജൽ. അള്ളാഹുവിൻ്റെ അജൽ എന്ന് പറഞ്ഞാൽ അള്ളാഹു നിശ്ചയിച്ച ആ മുദ്ദത്ത്. അസ്സലാമു അലൈക്കും. അള്ളാഹു നിശ്ചയിച്ച മുദ്ദത്ത്, കാലപരിധി. അജൽ എന്ന് പറഞ്ഞാൽ കാലപരിധി. ലആത്തിൻ എന്ന് പറഞ്ഞാൽ അത്ത എന്ന് പറഞ്ഞാൽ എത്തി, വന്നു, അല്ലേ? അത്ത എത്തി, വന്നു. ആത്തിൻ എത്തുന്നത്, വരുന്നത്. ഇന്ന അജലല്ല, കാരണം അള്ളാഹുവിൻ്റെ അജൽ ലആത്തിൻ, അത് എത്തുന്നതാകുന്നു, വരുന്നതാകുന്നു. അതിന് മുമ്പിൽ ലാ വന്ന് കുറേ അർത്ഥത്തിന് വരും. അത്ത എന്നുള്ള പദം അറബിയിൽ ഇത്തിയാൻ. ഫൈറൂസാബാദി 12 ആശയങ്ങളിൽ അറബിയിൽ, വിശുദ്ധ ഖുർആനിൽ ഈ അത യതി എന്ന പദം വരുന്നതാണ്. ലൈസൽ ബിർറു അൻ തഅതു ബുയൂതകും അലാ ദുഹൂരിഹ. വീടിൻ്റെ മണ്ടയിലൂടെ വീട്ടിലേക്ക് പ്രവേശിക്കലല്ല പുണ്യം. അള്ളാഹു വിശുദ്ധ ഖുർആനിൽ പറയുന്നുണ്ടല്ലോ. പിന്നെ അറബികൾ യാത്ര പുറപ്പെട്ടാൽ, അല്ലെങ്കിൽ അറബികൾ പിന്നെ ഹജ്ജിൻ്റെ ഇഹ്റാമിൽ പ്രവേശിച്ചാൽ പിന്നെ വീട്ടിലേക്ക് തിരിച്ചു കയറണം എന്നുണ്ടെങ്കിൽ അവർ വാതിലിലൂടെ പ്രവേശിക്കില്ല, നേരെ വാതിലിലൂടെ പ്രവേശിക്കില്ല. ഒന്നുകിൽ ചുമര് കയറിയിട്ട് മണ്ട, വീടിൻ്റെ മുകളുണ്ടല്ലോ, അത് തുരന്നിട്ട് അതിൽ ഇറങ്ങുക. ചുമര് കയറി വീടിൻ്റെ മണ്ട തുരന്ന് അതിൽ ഇറങ്ങുക. അല്ലെങ്കിൽ വീടിൻ്റെ പുറകിലൂടെ പ്രവേശിക്കുക. അത് ഈ രോമക്കുടിലൊക്കെ ആണെങ്കിൽ വീടിൻ്റെ പുറകിലൂടെ നീക്കിയിട്ട് പ്രവേശിക്കും. ഈ ചുമര് നാഗരികമായ വീടുകളാണെങ്കിൽ മതിൽ കയറി, ചുമര് കയറിയിട്ട് അതിലിറങ്ങുക. ജാഹിലിയത്തിലെ അന്ധവിശ്വാസം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പിന്നെ ഇവിടെ നിയുക്തമാകുമ്പോൾ അറബികളുടെ സമ്പ്രദായമാണ്. അതാണ് വിശുദ്ധ ഖുർആൻ അല്ലാഹ് പറയുന്നത്. അല്ലാഹ് പറയുന്നത് ലൈസൽ ബിർറു ബിഅൻ തഅതുൽ ബുയൂത പിന്നെ അലാ ബുഹൂരിഹ വലാകിന്നൽ ബിർറ മൻ ഇത്തഖ.
മനിത്തഖ ഫഅത്തുൽ ബുയൂത മിൻ അബ്വാബിഹ. എന്നിട്ട് അള്ളാഹ് പറയാണ്, അതുകൊണ്ട് നിങ്ങൾ പിന്നെ തഖ്വ പിന്നെ ഉൾക്കൊള്ളലാണ് ബിർറ്, പുണ്യം. അല്ലാതെ വീടിൻ്റെ മേലെ കൂടി കയറിയിട്ട് ഉള്ളിൽ കടക്കലല്ല. അതുകൊണ്ട് നിങ്ങൾ ഇനി വഅത്തുൽ ബുയൂത മിൻ അബ്വാബിഹ എന്ത് ചെയ്താൽ മതി, വീടിൻ്റെ വാതിലിലൂടെ തന്നെ വീട്ടിൽ കയറിയാൽ മതി എന്നുള്ള ആവശ്യം തന്നെ പറയുന്നത് സൂറത്തുൽ ബഖറയിലായത്താണ്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇവർ പിന്നെ ഇഹ്റാമിൽ പ്രവേശിച്ചിട്ടുണ്ടെങ്കിൽ വിശിഷ്യ പിന്നെ വീട്ടിൽ തിരിച്ചു വരേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ ചുമരമ്മ കൂടി കയറിയിട്ടാണ് എന്ത് ചെയ്യുക, വീടിൻ്റെ മുകളിൽ തുരന്നിട്ട് കൂടിയാണ് ഇറങ്ങുക. അന്ധവിശ്വാസം. അന്ധവിശ്വാസത്തിന് കയ്യും കാലും വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ അതിൻ്റെ ഒരു ആൾ രൂപമാണ് അങ്ങനെ. ഏതായാലും പിന്നെ ഒന്നാലോചിച്ച് നോക്കിയാൽ നിങ്ങൾ എത്ര സാഹസപ്പെടണം ഈ മതിൽ കയറാൻ. എന്നിട്ട് പിന്നെ ഈ വീട് പൊളിച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ അത് ഉള്ളിൽ കൂടി ഇറങ്ങാൻ. പക്ഷേ ഈ അന്ധമായ അനുകരണവും അന്ധവിശ്വാസവും അവിടെ വിഷയം അവിടെ ലൈസൽ ബിർറു ബിഅൻ തഅ്തുൽ ബുയൂത്ത്, വീടുകളിലേക്ക് പ്രവേശിക്കുക, അവിടെ അത ദുഖൂൽ പ്രവേശിക്കുക എന്നുള്ള അർത്ഥം പല അർത്ഥത്തിന് വരും. ഇവിടെ ഫൈന അജൽ അള്ളാഹുവിൻ്റെ അജൽ ലആത്തിൻ എന്ന് പറഞ്ഞാൽ വന്നെത്തുന്നത്. ആത്തിൻ അഥ എന്നുള്ളതിൻ്റെ ഇസ്മു ഫായിലാണ് ആത്തിൻ, വരുന്നത്. ആത്തീ എന്നാണ് അത് ഇവിടെ ഇങ്ങനെ ആത്തിൻ യാ കളഞ്ഞ് തൻവീൻ കൊടുത്തതാണ്, ഇസ്മ മൻഖൂസ് എന്ന് പറയും. ഇവിടെ അപ്പോൾ ഇതാരെക്കുറിച്ചായി പറയുന്നത്, മൻ കാന യർജൂ ലിഖാ അല്ലാഹ്. എന്താ ഈ ലിഖാ അല്ലാഹ്? അള്ളാഹുവിനോടുള്ള ലിഖായിനെ. ഈ ലിഖാ എന്താ? ലിഖാ മുലാഖാത്താണ് അല്ലേ? അള്ളാഹുമായിട്ടുള്ള മുലാഖാത്തിനെ പ്രതീക്ഷിക്കുന്നവർ അതിനുവേണ്ടി ഒരുങ്ങട്ടെ എന്നാണ്, അതിനുവേണ്ടി തയ്യാറാകട്ടെ. എന്താ അള്ളാഹുമായിട്ടുള്ള ലിഖായ്? എവിടെയാണ് ആ ലിഖായ്? പരലോകത്ത് അള്ളാഹുവിങ്കൽ ഒരുമിച്ച് കൂട്ടപ്പെടുന്നതിനെ കുറിച്ചാണ്, ഹഷറിനെ കുറിച്ചും ജമ്മയിനെ കുറിച്ചാണ് ഈ പറയുന്നത്. അള്ളാഹുമായിട്ടുള്ള വിചാരണക്ക് അള്ളാഹുമായിട്ട് കണ്ടുമുട്ടാൻ ആളുകൾ ഹഷർ ഒരുമിച്ച് കൂട്ടൂലേ, മഹ്ഷറിൽ ഒരുമിച്ച് കൂട്ടൂലേ, അതിനെക്കുറിച്ചാണ് പറയുന്നത് ലിഖാ അള്ളാഹ്. അപ്പോൾ ആളുകളുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ അള്ളാഹു സംസാരിക്കും. അവർക്ക് എന്ത് എന്നുള്ളത് സംസാരിക്കും. അവരുടെ മേൽ അല്ലെങ്കിൽ അവർക്ക് അനുകൂലമായി എന്ത്, അവർക്ക് പ്രതികൂലമായി എന്ത്, ഇതൊക്കെ അള്ളാഹു സംസാരിക്കും. അതാണ് ലിഖാ ഉള്ളാഹ് അല്ലേ? അതിനെ പ്രതീക്ഷിക്കുന്ന പറയുന്നതാണ് മൻകാന യർജൂ ലിഖാ അല്ലാഹ്, അള്ളാഹുമായിട്ടുള്ള ലിഖായിനെ പ്രതീക്ഷിക്കുന്നവർ. അലൈക്കുസ്സലാം. അതിനൊരുങ്ങട്ടെ എന്നാണ്. ഹബശയിൽ നിന്ന് ഹിജറ കഴിഞ്ഞ് മടങ്ങിയ സഹാബികളോട്, മുഹാജിറുകളോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിക്കുന്നുണ്ട്, പിന്നെ ഹബശയിൽ നിങ്ങൾ കണ്ട അത്ഭുതങ്ങൾ കഥിച്ചാലും പറഞ്ഞാലും എന്ന് പറയാം. ആജീബി മാ റഅയ്തും, നിങ്ങൾ കണ്ട ഹബശയിൽ കണ്ട അത്ഭുതങ്ങൾ കഥിച്ചാലും എന്ന് പറയാണ്. മുഹാജിറത്തുൽ ബഹർ എന്നാണ് അതിൻ്റെ പ്രയോഗം. അവരോട് റസൂൽ ചോദിച്ചു എന്നാണ്. മുഹാജിറത്തുൽ ബഹർ എന്ന് പറഞ്ഞാൽ ബഹർ താണ്ടി ഹിജറ പോയവർ, ഹബശയിലേക്ക് ഹിജറ പോയവർ. അപ്പോൾ സഹാബികൾ പറയാണ്, പിന്നെ ഹബശയിൽ ഒരു വൃദ്ധ സ്ത്രീ, അജൂസ് മിൻ അജായിസി പിന്നെ റഹാബീനിഹിം എന്നാണ്, അവിടുത്തെ പുരോഹിതന്മാരുടെ കുടുംബത്തിൽപ്പെട്ട ഒരു വൃദ്ധ സ്ത്രീ. അതിങ്ങനെ ഒരു കുടം ഏറ്റിയിട്ട് പോവുകയാണ്. കുടം അതിലെന്തോ വസ്തുക്കളുണ്ട്, കുടം ഏറ്റിയിട്ട് പോവുകയാണ്. അപ്പോൾ പോകുമ്പോൾ അവരിൽപ്പെട്ട ഒരു യുവാവ്, ഹബ്ശയിൽപ്പെട്ട ഒരു യുവാവ് പിന്നാലെ ഈ സ്ത്രീയുടെ പിന്നിൽ വന്നിട്ട് എന്ത് ചെയ്തു, ഊക്കിൽ അതിൻ്റെ ഷോൾഡറുകൾക്കിടയിൽ, ഈ കെത്തുഫുകൾക്കിടയിൽ പിന്നിൽ നിന്നൊരു തള്ള്. ഒരു വൃദ്ധ സ്ത്രീ വെള്ളയേറ്റി പോകുമ്പോൾ ഒരു യുവാവ് ബാക്കിൽ നിന്ന് വന്നിട്ട് അതിൻ്റെ പുറത്ത് തള്ളിയാൽ എങ്ങനെ ഉണ്ടാവും? അപ്പോൾ അവർ പറയാണ്, ഈ കുടം തലയിൽ നിന്ന് തെറിച്ച് അത് ഉടഞ്ഞു, അതിലുള്ള വസ്തുക്കൾ ചിന്തി ഉടഞ്ഞു. ഈ സ്ത്രീ ആകട്ടെ കാൽമുട്ടിൽ തെറിച്ചു വീണു. അപ്പോൾ തെറിച്ചു വീണപ്പോൾ ആ സ്ത്രീ ഈ യുവാവിനെ നോക്കിയിട്ട് പറഞ്ഞു എന്നാണ്, എന്ത്, യാ ഗുദർ സൗഫ തഅലമു യാ ഗുദർ, വഞ്ചക നീ അറിയാനിരിക്കുന്നു. എന്ത് ഇദാ വദഅ അല്ലാഹുൽ കുർസി വജമഅൽ അവ്വലീന വൽ ആഖിരീൻ
വതകല്ലമത്തിൽ ഐദി വൽ അർജുലു ബിമാ കാനൂ യക്സിബൂൻ ഫസൗഫ തഅലമു മാ യകൂനു ബൈനി വ ബൈനക്. അങ്ങനെയാണ് ഹദീസിൻ്റെ പ്രയോഗം. അതായത് യാ ഗുദർ വഞ്ചക, നീ അറിയാനിരിക്കുന്നു, ഇദാ വദഅ അല്ലാഹുൽ കുർസി, അള്ളാഹു കുർസി സ്ഥാപിച്ചാൽ, അള്ളാഹു നീതിപീഠം സ്ഥാപിച്ചാൽ, വ ജമഅൽ അവ്വലീന വൽ ആഖിരീൻ, പൂർവികരെയും പിൽക്കാലക്കാരെയും അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരുമിച്ച് കൂട്ടുകയും, വ തകല്ലമത്തിൽ ഐദി വൽ അർജുൽ, തകല്ലമത്തിൽ ഐദി വൽ അർജുൽ, കൈകളും കാലുകളും സംസാരിക്കുകയും ചെയ്താൽ, ബിമകാനു യസ്നഊൻ, കൈകാലുകൾ ചെയ്തത് എന്ത് എന്നത് അവ സംസാരിക്കുകയും ചെയ്താൽ, സൗഫ തഅലമു മാ യകൂനു ബൈനി വ ബൈനക്, നീ അറിയാനിരിക്കുന്നു നമ്മൾ രണ്ടുപേരുടെയും ഇടയിലുള്ള കാര്യം, ഇതിൻ്റെ തിക്തഫലം നീ അറിയാനിരിക്കുന്നു എന്ന് ആ സ്ത്രീ ആ യുവാവിനെ നോക്കി പറഞ്ഞു എന്നാണ്. എന്താണ് ആര് പറയുന്നത്? നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അവർ കണ്ടൊരു അത്ഭുതം പറയുന്നത്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, പിന്നെന്താ, ബലവാനിൽ നിന്ന് ദുർബലൻ്റെ അവകാശം, നീതി വാങ്ങാത്ത ഒരു ഉമ്മത്ത്, അല്ലേ, ഒരു ഉമ്മത്ത് വിജയിക്കുകയില്ല എന്ന അർത്ഥത്തിൽ, ആ ആശയത്തിൽ റസൂൽ ഒരു പ്രയോഗം നടത്തി. പിന്നെ അല്ലെങ്കിൽ അവർ ബലവാനിൽ നിന്ന് ദുർബലൻ്റെ അവകാശം വാങ്ങാത്ത ഒരു സമുദായം വിജയിക്കുകയില്ല എന്ന അർത്ഥത്തിൽ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രതികരിച്ചു എന്നാണ് അതിനോട്. ഏതായാലും അവിടെ വിഷയം ആ സ്ത്രീയുടെ വർത്താനം. നീ അവിടെ ഇസ്ലാം, പിന്നെ ഈസാ അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ഒക്കെ അനുയായികളല്ലേ, ആ നിലക്ക് അവർക്ക് ഇസ്ലാം എത്തിയിട്ടുണ്ട്. അവിടെ പിന്നെ വിശ്വാസികളാണല്ലോ, അതുകൊണ്ടല്ല റസൂൽ അങ്ങോട്ട് പറഞ്ഞയച്ചത്. അവിടെ പിന്നെ നേഗസ് ചക്രവർത്തിയൊക്കെ പിന്നെ ക്രിസ്തു മതത്തിൽ അന്ന് അവിടെ ഇതല്ലേ, നസ്രാനിയത്തല്ലേ. ഏതായാലും ജൂതരും നസാറാക്കളും തമ്മിലുള്ള സംഘടനത്തിൽ നസാറാക്കളുടെ പിന്നെ ഈ ആദർശ അധിനിവേശം ഉണ്ടായ സ്ഥലമാണ് അന്നത്തെ കാലത്ത് ഹബശ, ബൈസാൻഡിയ, പൗരസ്ത്യ റോമാ സാമ്രാജ്യത്തിൻ്റെ പിന്നെ തണലിലാണ് അന്നത്തൊക്കെ ആ ഭാഗങ്ങൾ, ഹബശൻ നാടുകളൊക്കെ. വലിയ ചരിത്രമാണൊക്കെ. ഇവിടെ മൻഖാന അർജു ലിഖാ അള്ളാഹ്, അള്ളാഹുവിനോടുള്ള ലിഖായിനെ പ്രതീക്ഷിക്കുന്നവർ അതിനു വേണ്ടിയിട്ട് അവർ തയ്യാറാകട്ടെ, ഒരുങ്ങട്ടെ എന്നാണ്. അതെന്തുകൊണ്ടാണ് അതിനു വേണ്ടി ഒരുങ്ങട്ടെ, തയ്യാറാകട്ടെ എന്ന് പറയുന്നത്? ഇന്ന അജലല്ലാഹി ലആതീൻ. കാരണം ഈ ലിഖാ ഉണ്ടല്ലോ, അതാണ് അള്ളാഹുവിൻ്റെ ആ മുദ്ദത്ത്, അള്ളാഹു നിശ്ചയിച്ച ആ പിന്നെ കാലപരിധി, അതിൽ ആത്തിൻ വരിക തന്നെ ചെയ്യുന്നതാണ്. ല ആത്തിൻ, ഇന്ന ല, ഇന്ന എന്ന് പറഞ്ഞാൽ കാരണം എന്ന് അർത്ഥമുണ്ട്, തീർച്ചയായും അർത്ഥമുണ്ട്. ല എന്ന് പറഞ്ഞാൽ അതൊന്നുകൂടി ബലപ്പെടുത്താനാണ്. ഇന്ന അജലല്ലാഹി ല ആത്തിൻ. വ്യാകരണത്തിൽ ലാമുൽ മുസഹ്ലിഖ എന്ന് പറയും, തീർച്ചയായും എന്ന അർത്ഥത്തെ ദ്യോതിപ്പിക്കാൻ. അപ്പോൾ അള്ളാഹുവിനോടുള്ള ലിഖായിനെ കണ്ടുമുട്ടുന്നത് പ്രതീക്ഷിക്കുന്നവരാണ് വിശ്വാസികൾ. അതുകൊണ്ട് വിശ്വാസികൾ അതിനു വേണ്ടിയിട്ട് ഒരുങ്ങണം എന്നുള്ള അള്ളാഹുവിൻ്റെ ആഹ്വാനമാണ്. കാരണം അത് വരിക തന്നെ ചെയ്യും. അള്ളാഹുമായിട്ടുള്ള ലിഖാ നമ്മൾ പറഞ്ഞ ഇവിടെ ഇത് പരലോക കോടതിയാണ്. ഇത് പരലോക കോടതിയാണ് മരിച്ചതിന് ശേഷം. അള്ളാഹുമായിട്ടുള്ള ലിഖാ പരലോകത്തല്ലാതെ അതിൻ്റെ മുമ്പൊന്നുണ്ട്. അതേതാ? മൻ എന്താ റദിയ ലിഖാ അല്ലാഹ് റദിയ അല്ലാഹു ലിഖാഅഹു വമൻ കരിഹ ലിഖാ അല്ലാഹ് കരിഹ അല്ലാഹു ലിഖാഅഹു എന്ന് പറഞ്ഞില്ലേ. അതെവിടെ? അള്ളാഹുവിനെ കണ്ടുമുട്ടാൻ ആഗ്രഹിക്കുന്നവരെ കണ്ടുമുട്ടാൻ അള്ളാഹു ആഗ്രഹിക്കും. അള്ളാഹുവിനെ കണ്ടുമുട്ടുന്നത് വെറുക്കുന്നവരെ കണ്ടുമുട്ടാൻ അള്ളാഹു വെറുക്കും. അതെവിടെ? അതെപ്പോഴാണ്? അവിടെ അത് ലിഖാ അല്ലാഹ്. അള്ളാഹുവിനെ കണ്ടുമുട്ടാൻ ആഗ്രഹിക്കുന്നവരെ കണ്ടുമുട്ടാൻ അള്ളാഹു ആഗ്രഹിക്കും. അള്ളാഹുവിനെ കണ്ടുമുട്ടുന്നതിനെ വെറുക്കുന്നത് ആളുകൾ, അവരെ കണ്ടുമുട്ടാൻ അള്ളാഹുവും വെറുക്കും. ചില നിവേദനങ്ങളിൽ അള്ളാഹു അക്രഹ എന്നാണ്. അള്ളാഹിനെ കണ്ടുമുട്ടാൻ വെറുക്കുന്നവരെ അള്ളാഹ്ക്ക് ഏറ്റവും വെറുപ്പായിരിക്കുന്നതാണ്, ഏറ്റവും വെറുപ്പായിരിക്കും. അത് മരണവേളയിൽ, മരണസമയത്ത് പിന്നെ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ പറഞ്ഞു,
ഇങ്ങനെ അള്ളാഹിനെ കണ്ടുമുട്ടാൻ ആഗ്രഹിക്കുന്നവരെ കണ്ടുമുട്ടാൻ അള്ളാഹു ആഗ്രഹിക്കും. അപ്പോൾ പിന്നെ അബൂ ഹുറൈറ ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്ത് മരണസമയത്ത് അള്ളാഹിനെ കണ്ടുമുട്ടാൻ മരണത്തിലൂടെ അള്ളാഹുവിനെ കണ്ടുമുട്ടാൻ ആഗ്രഹിക്കുന്നവർക്ക് അള്ളാഹു അവരെ കണ്ടുമുട്ടാൻ അള്ളാഹു ആഗ്രഹിക്കും, കൊതിക്കും. അപ്പോൾ സഹാബികൾ ഉണ്ടല്ലോ, ഈ ആയിഷ റളിയല്ലാഹു തആല അൻഹയുടെ ഒരു ശിഷ്യനായിരുന്നു ഷുറൈഹ് ഇബ്നു ഹാനി. ഷുറൈഹ് വന്നിട്ട് ആയിഷയോട് പറയണം, അബൂ ഹുറൈറ ഒരു ഹദീസ് പറയുന്നു, പിന്നെ ആ ഹദീസ് കേട്ടപ്പോൾ ഞങ്ങൾക്കൊക്കെ ഭയങ്കര പ്രയാസം എന്ന് പറയണം. അപ്പോൾ എന്താണ് ഹദീസ് എന്ന് ആയിഷ ചോദിച്ചപ്പോൾ റളിയല്ലാഹു അൻഹ അബൂ ഹുറൈറ ഇങ്ങനെയാണ് പറയണത്. അപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ്, ആ വിഷയം ഞാൻ റസൂലുള്ളാഹി പറഞ്ഞ അന്നാളിൽ ഉൾക്കൊണ്ടിട്ടുണ്ട്. ഞാൻ റസൂലുള്ളാഹിനോട് ചോദിച്ചിട്ടുണ്ട്, റസൂലെ യാ റസൂലല്ലാഹ് അയ്യുന ലാ യക്റഹു അൽ മൗത്ത്, തിരുദൂതരെ ഞങ്ങളിൽ ആരാണ് മരണത്തെ വെറുക്കാത്തത്? ആരെങ്കിലും മരണത്തെ ഇഷ്ടപ്പെടുമോ? മരണത്തെ എല്ലാവരും വെറുക്കണ ഇതല്ലേ, മരണത്തോട് എല്ലാവർക്കും അനിഷ്ടവും അകൽച്ചയല്ലേ. അപ്പോൾ ആർക്കാണ് മരണത്തോട് പൂതി? അപ്പോൾ റസൂൽ പറയാണ്, മരണത്തെ വെറുക്കുന്നതും മരണത്തോടുള്ള അകൽച്ചയല്ല വിഷയം. പിന്നെയോ മരണാസന്നനായിട്ടുണ്ട് എങ്കിൽ മിൻ അള്ളാഹിൽ ബഷീർ, അള്ളാഹുവിൽ നിന്ന് ബഷീർ വരും എന്നാണ്. അള്ളാഹുവിൽ നിന്ന് ബഷീർ എന്നുണ്ടെങ്കിൽ അള്ളാഹുവിൽ നിന്ന് സുവിശേഷം വരും. മരണാസന്നമായാൽ അള്ളാഹുവിൽ നിന്ന് ബഷീർ വരും. എന്താ ബഷീർ? ബിറഹ്മതിഹി വരിദ്വാനിഹി വജന്നതി, അള്ളാഹുവിൻ്റെ കാരുണ്യമുണ്ട്, അള്ളാഹിൻ്റെ തൃപ്തിയുണ്ട്, അള്ളാഹിൻ്റെ സ്വർഗമുണ്ട് എന്നുള്ള ബിഷാറത്ത് മരണാസന്നമായ ആൾക്ക് വരും. അപ്പോൾ ആത്മാവ് തൊണ്ടയിലെത്തുന്ന ആ സമയത്ത് ഈ ബിഷാറത്ത് അള്ളാഹുവിൽ നിന്ന് വരുമ്പോൾ വിശ്വാസി എന്ത് ചെയ്യും? അഹബ്ബ ലിഖാ അള്ളാഹ്, അള്ളാഹുവിനെ കണ്ടുമുട്ടാൻ, മരിച്ചിട്ട് അള്ളാഹിനെ കണ്ടുമുട്ടാൻ അവിടെ വെച്ച് കൊതിക്കും. കാരണം എന്താ? മരിക്കാൻ കിടക്കുമ്പോൾ സ്വർഗമുണ്ട്, അള്ളാഹിൻ്റെ റഹ്മത്തുണ്ട്, അള്ളാഹിൻ്റെ റിദ്വാൻ പ്രീതിയുണ്ട് എന്നുള്ള സന്തോഷ വാർത്ത പറയുമ്പോൾ എന്നാൽ മരിച്ചിട്ട് അള്ളാഹിനെ കണ്ടുമുട്ടാൻ ആ സമയത്ത് കൊതിക്കും. അപ്പം അഹബ്ബ അല്ലാഹു ലിഖാഹു, അത്തരം ആളുകളെ കാണാൻ അള്ളാഹുവും ആഗ്രഹിക്കും. അതേസമയം മരണാസന്നായ ഫാജിർ തെമ്മാടി, അതേപോലെ തന്നെ കാഫിർ അവിശ്വാസി, അവർക്ക് അള്ളാഹിൻ്റെ റഹ്മത്തുണ്ട്, റിദ്വാനുണ്ട്, സ്വർഗമുണ്ട്, ഈ സുവിശേഷമല്ലല്ലോ. അവരെന്ത് ചെയ്യും? മരണത്തെ വെറുക്കും. മരണത്തോട് അവർക്ക് അനിഷ്ടമായിരിക്കും, അകൽച്ചയായിരിക്കും, അകൽച്ച മനോഭാവമായിരിക്കും. അപ്പോൾ അള്ളാഹുൽ ലിഖാഇഹി അക്റഹ എന്നാണ്. അത്തരക്കാരെ കണ്ടുമുട്ടാൻ അള്ളാഹ്ക്ക് ഏറ്റവും വെറുപ്പായിരിക്കും എന്നാണ്. അള്ളാഹു നമ്മളെ കാക്കട്ടെ, നഊദു ബില്ലാഹ്. അപ്പോൾ അതാണ് മരണസമയത്തുള്ള അള്ളാഹുമായിട്ടുള്ള ലിഖാ. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രത്യേകം പറഞ്ഞൊരു വിഷയമാണ്. ഇപ്പം ലിഖാ ഉള്ള അത് രണ്ടുണ്ട്. ഒന്ന് മരണവേളയിലുള്ള ലിഖാ, മറ്റൊന്ന് മരണാനന്തരം പാരത്രിക ലോകത്ത് വിചാരണക്കായിട്ടുള്ള ലിഖാ. അത് അള്ളാഹുമായിട്ട് നേരിട്ടാണ്. അതിൽ ഓരോരുത്തരെയും താന്താങ്ങളെ ബാധിക്കുന്ന വിഷയങ്ങൾ അവിടെ വിഷയമാകും. പിന്നെ തനിക്കെന്ത് അനുകൂലമായി അല്ലെങ്കിൽ തനിക്ക് പ്രതികൂലമായി എന്ത്, അതൊക്കെ അവിടെ വിഷയമാകും. ആ ലിഖായിനെ പ്രതീക്ഷിക്കുന്നവർ അവർ ഒരുങ്ങട്ടെ, തയ്യാറാകട്ടെ. കാരണം ഇന്ന അജലല്ലാഹി ലആതിൻ, അള്ളാഹു നിശ്ചയിച്ച ലിഖാ അത് വരിക തന്നെ ചെയ്യുന്നതാകുന്നു എന്നാണ്. ചിലരിവിടെ എന്ന് പറഞ്ഞെങ്കിൽ അവിടെ അവൻ ഒരുങ്ങട്ടെ എന്ന് കരുതേണ്ട ആവശ്യമില്ല. പിന്നെയോ ഇന്ന അജലല്ലാഹി ലആതിൻ, അള്ളാഹുവിൻ്റെ ലിഖായിനെ പ്രതീക്ഷിക്കുന്നവർ ഇന്ന അജലല്ലാഹി ലആതിൻ, അള്ളാഹുവിൻ്റെ അജൽ അത് വരുന്നതാകുന്നു. അതുകൊണ്ട് വരുന്നതാകുന്നത് മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ എന്താ, അതിന് വേണ്ടിയിട്ട് തയ്യാറാകുക, ഒരുങ്ങുക, വിശ്വാസങ്ങളും കർമ്മങ്ങളൊക്കെ ശരിയാക്കിയിട്ട് അതിന് വേണ്ടി ഒരുങ്ങട്ടെ എന്ന അർത്ഥത്തിൽ. അള്ളാഹുമായിട്ടുള്ള ലിഖാ കേവലം സലാം പറഞ്ഞ് പിരിയുന്നൊരു വിഷയമല്ല. അള്ളാഹുമായിട്ടുള്ള ലിഖായിൽ നമ്മൾ പറഞ്ഞില്ലേ, അവിടെ ഓരോരുത്തരുമായി ബന്ധപ്പെട്ടുള്ളതായ വിചാരണയും കാര്യമൊക്കെ അല്ലേ. ആ വിചാരണക്കപ്പുറം പ്രതിഫലം, രക്ഷാശിക്ഷകൾ വിധിക്കലാണ്. അള്ളാഹു സുബ്ഹാനഹു തആല വഹുവ സമീഉൽ അലീം, എന്താ വഹുവ അവൻ അള്ളാഹു സുബ്ഹാനഹു തആല അസ്സമീഅ അൽ അലീം. അസ്സമീഅ എന്ന് പറഞ്ഞാൽ സസൂക്ഷ്മം കേൾക്കുന്നവൻ, അൽ അലീം എന്ന് പറഞ്ഞാൽ സസൂക്ഷ്മം അറിയുന്നവൻ. അള്ളാഹു സുബ്ഹാനഹു തആല സസൂക്ഷ്മം കേൾക്കുന്നവനും അറിയുന്നവനുമാകുന്നു. അതുകൊണ്ട് ആളുകൾ പറയുന്നത് എന്ത് അത് കേൾക്കുന്നവനാണ് അള്ളാഹു. ചെയ്യുന്നത് എന്ത് അത് മനസ്സാ വാചാ കർമ്മണ എന്താകട്ടെ
അതെല്ലാം സൂക്ഷ്മമായി അറിയുന്നവനാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല. അതുകൊണ്ട് തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ കണ്ടുമുട്ടലിൽ അള്ളാഹു കേട്ടതും അറിഞ്ഞതൊക്കെ എന്ത് ചെയ്യും? അവിടെ അവതരിപ്പിക്കും. നമ്മളിൽ നിന്ന് കേട്ടതെന്തോ അതെല്ലാം, നമ്മളിൽ നിന്ന് അറിഞ്ഞതെന്തോ അതെല്ലാം അള്ളാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്യും? ഈ ലിഖായിൽ അവിടെ അള്ളാഹു നേരിട്ടല്ലേ വരുന്ന ഈ വിചാരണക്ക്, നേരിട്ട് വന്നിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല അതൊക്കെ എന്ത് ചെയ്യും? അവിടെ അവതരിപ്പിക്കും, ചോദ്യം ചെയ്യും. ഓരോ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ബിഹി അവനുമായി ബന്ധപ്പെട്ട, ലഹു അവന് അനുകൂലമായുള്ളത്, അലൈഹി അവന് പ്രതികൂലമായുള്ളത്, ഇതൊക്കെ എന്താ? ഇതാണ് വിചാരണയുടെ വിഷയം. അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരാളുമായി ബന്ധപ്പെട്ട് അറിഞ്ഞത്, കേട്ടത്, അതൊക്കെ വിചാരണ ചെയ്യും. ആ ലിഖായിൽ, അഭിമുഖത്തിൽ. എന്നിട്ട് ലഹു അവന് അനുകൂലമായിട്ട് എന്താണ് അത് അള്ളാഹു അവിടെ വിധിക്കും. അല്ലെങ്കിൽ അലൈഹി അവന് പ്രതികൂലമായിട്ട് എന്താണ് അതവന് അവിടെ വെച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആല വിധിക്കും എന്നുള്ളതാണ്. അതാണ് ഈ ലിഖായിൻ്റെ പ്രത്യേകത. അതിൽ ഒരേപോലെ നമുക്ക് പ്രതീക്ഷ നൽകുന്നതും പേടി നൽകുന്നതുമായൊരു വചനാണിത്, അല്ലേ? എന്താ പ്രതീക്ഷ? എന്താ പ്രതീക്ഷ? അള്ളാഹുമായിട്ട് നമ്മൾ കണ്ടുമുട്ടും. നമ്മൾ നല്ലത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നല്ലത് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും? അത് നഷ്ടപ്പെടില്ല. എന്താ? അത് അള്ളാഹു കേട്ടിട്ടുണ്ട്, അള്ളാഹു അറിഞ്ഞിട്ടുണ്ട്. അത് വിചാരണ വേദിയിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അവതരിപ്പിച്ച് എനിക്കെന്ത് ചെയ്യും? എനിക്കതിന് പ്രതിഫലം തരും. അതാണ് പ്രതീക്ഷയുടെ വശം. പേടിയുടെ വശം എന്താ? അള്ളാഹു സസൂക്ഷ്മം കേൾക്കുന്നവനാണ്, സസൂക്ഷ്മം അറിയുന്നവനാണ്. ഞാൻ എന്തെങ്കിലും തെറ്റ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് വിചാരണയുടെ വേദിയിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അവതരിപ്പിക്കും. അതിൽ അള്ളാഹു എന്നെ ചോദ്യം ചെയ്യും. ഞാൻ എന്ത് പറയും? ഞാനത് ആ വിചാരണയെ ഞാൻ ഭയക്കണ്ടേ, അല്ലേ? അള്ളാഹു അതിൽ നിന്ന് എനിക്ക് പ്രതികൂലമായിട്ടാണ് വിധിക്കുന്നത് എങ്കിൽ, ശിക്ഷയാണ് വിധിക്കുന്നത് എങ്കിൽ അല്ലല്ലോ. അതാണ് പേടി ജനിപ്പിക്കുന്ന വിഷയം. അപ്പോൾ ഒരേപോലെ വഅദും വഈദും എന്ന് പറയും, തർഹീബ് എന്ന് പറയും. പ്രതീക്ഷയും പേടിയും ജനിപ്പിക്കുന്ന വചനമാണ് നമ്മുടെ ഈ വചനം. മൻ കാന യർജു ലിഖാ അല്ലാഹ് ഫഇന്ന അജലല്ലാഹി ലആതിൻ എന്നുള്ള വചനം. വഹുവസ് സമീഉൽ അലീം. വമൻ ജാഹദ ഫഇന്നമാ യുജാഹിദു ലിനഫ്സിഹി ഇന്നല്ലാഹ ലഗനിയ്യുൻ അനിൽ ആലമീൻ. അള്ളാഹുമായിട്ടുള്ള ലിഖായിനെ കുറിച്ച് പറഞ്ഞു, അതിനെ പ്രതീക്ഷിക്കാനും പറഞ്ഞു, അല്ലേ? അതിനു വേണ്ടി ഒരുങ്ങാൻ പറഞ്ഞു. അത് ഉറപ്പാണ്, ഒരുങ്ങിക്കൊള്ളി എന്നാണ്. അതിന് ഒരുങ്ങേണ്ടത് എങ്ങനെ? അതിന് ഒരുങ്ങേണ്ടത് എന്തുകൊണ്ടാണ്? ജിഹാദ് കൊണ്ടാണ്. അതിനൊരുങ്ങേണ്ടത് ജിഹാദ് കൊണ്ടാണ്. അത് അള്ളാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾ ജിഹാദ് ചെയ്തോളിയും എന്നല്ല പറഞ്ഞത്. പിന്നെ വമൻ ജാഹദ ഫഇന്നമാ യുജാഹിദു ലിനഫ്സിഹി. ശൈലി ഉണ്ടല്ലോ, നമ്മൾ ശൈലി അള്ളാഹു സുബ്ഹാനഹു വ തആല വ്യത്യസ്തമായിട്ട് അവതരിപ്പിക്കുകയാണ്. ആ വിഷയം ശരിക്കും മനസ്സിൽ ഊന്നാൻ എന്താ? വമൻ ജാഹദ, വല്ലവരും ജാഹദ ജിഹാദ് ചെയ്താൽ എന്താ ജിഹാദ്? ജിഹാദ് എന്ന് പറഞ്ഞാൽ ബദലുൽ ജുഹുദ്, നമ്മുടെ കഴിവ് വിനിയോഗിക്കലാണ്. ബദലുൽ ജുഹുദി വത്താഖ, നമ്മുടെ കഴിവ്, നമ്മുടെ ശേഷി, അത് വിനിയോഗിക്കലാണ് ജുഹുദ്. ജാഹദ എന്ന ക്രിയയിൽ നിന്നാണ് ജിഹാദ്. അപ്പോൾ ജാഹദ ഉണ്ടല്ലോ, രണ്ടറ്റം ഉണ്ടാവും. ഒരാൾ ജിഹാദ് ചെയ്യുമ്പോൾ, ജിഹാദ് ആരോടാ ചെയ്യുന്നത്? അതിനപ്പുറം അവിടെ ഒരാളുണ്ടാവും, അല്ലേ? അയാളോടാണ് ജിഹാദ്. രണ്ട് പേർ തമ്മിലുള്ള ഇതാണ്, പിടുത്താണ്. ഒരാൾക്ക് ജിഹാദിൽ സ്വന്തത്തോട്, അല്ലേ? ഞാൻ എൻ്റെ നഫ്സിനോട് ജിഹാദ് ചെയ്യണ്ടേ? നഫ്സിനോടുള്ള ജിഹാദ്. പിന്നെ നമുക്ക് ശൈത്താനോട് ജിഹാദില്ലേ? ശൈത്താനോട് നമുക്ക് ജിഹാദുണ്ട്. പിന്നെ നമുക്ക് ശത്രുവിനോട് ജിഹാദില്ലേ? ശത്രുവിനോടുള്ള ജിഹാദുണ്ട്. ജിഹാദ് പലതുണ്ട്. മുനാഫിഖുകളോട് ജിഹാദുണ്ട്, കുഫാറിനോട് ജിഹാദുണ്ട്, പിന്നെ ബുഗാത്ത് ഭീകരവാദികളോട് ജിഹാദുണ്ട്. ജിഹാദ് പലതുണ്ട്. അപ്പോൾ എപ്പോഴും ജിഹാദിൽ എന്തുണ്ട്?
അപ്പുറത്തൊരാൾ ഒരു ശക്തിയുണ്ട്, അതിനോടാണ് ഏറ്റുമുട്ടൽ. ജിഹാദുൻ നഫ്സ്. എന്താ ജിഹാദുൻ നഫ്സ്? ആ, സ്വന്തത്തോടുള്ള ജിഹാദാണ്. നമ്മുടെ മനസ്സിനോടുള്ള ജിഹാദ്. ഏതാണ്? ശത്രുവിനോടുള്ള ജിഹാദുണ്ട്, പ്രത്യേകിച്ച് കുഫാറിനോടുള്ള ജിഹാദ്. നഫ്സിനോടുള്ള ജിഹാദുണ്ട്. ഏത് ജിഹാദാ ഏറ്റവും ഗൗരവപ്പെട്ടത്? നഫ്സിനോടുള്ള ജിഹാദ്. ഫുഖാക്കൾ പറയും നഫ്സിനോടുള്ള ജിഹാദ് ഫർദ് ഐനാണ്, അദുവിനോടുള്ള ജിഹാദ് ഫർദ് കിഫായാണ്. ഓരോരുത്തരുടെയും വ്യക്തിപരമായിട്ടുള്ള നിർബന്ധ ബാധ്യതയാണ് നഫ്സിനോടുള്ള ജിഹാദ്. ശത്രുവിനോടുള്ള ജിഹാദിൽ തോറ്റു. ശത്രുവിനോട് ജിഹാദിന് പോയി, തോറ്റു. ശത്രുവിനോട് ജിഹാദ് നടത്തി തോറ്റു. അതിൽ ജിഹാദ് നടത്തിയവൻ ആക്ഷേപിക്കപ്പെടുമോ? കുറ്റപ്പെടുത്തപ്പെടുമോ? ഇല്ല. അതേസമയം സ്വന്തത്തോടുള്ള ജിഹാദിൽ തോറ്റാൽ അതിൽ കുറ്റപ്പെടുത്തപ്പെടും, അല്ലേ? അതിൽ കുറ്റപ്പെടുത്തപ്പെടും. അപ്പോൾ വലിയ ജിഹാദ് ഏത് ജിഹാദ്? സ്വന്തത്തോടുള്ള ജിഹാദാണ്. ശത്രുവിനോടുള്ള ജിഹാദ് ചില സമയത്ത് വ്യക്തിപരമായിട്ട് ബാധ്യതയാവും, നിർബന്ധമാകും. പക്ഷേ എപ്പോഴും നിർബന്ധമാവില്ല. എപ്പോഴും നിർബന്ധമായിട്ടുള്ളത് നഫ്സിനോടുള്ള ജിഹാദ്. അത് നഫ്സിനോടുള്ള ജിഹാദിൻ്റെ മേഖല ഏതാ? നഫ്സിനെ സ്വാർത്ഥതകളിൽ നിന്ന് പിടിച്ചു കെട്ടുന്നതിലാണ്. സ്വാർത്ഥതകളിൽ നിന്ന് പിടിച്ചു കെട്ടുന്നതിലാണ് നഫ്സിൻ്റെ ജിഹാദ്. നമ്മളുടെ മനസ്സ് എപ്പോഴും തെറ്റിലേക്ക് ചായുന്ന പ്രകൃതാണ്, അല്ലേ? തെറ്റിലേക്ക് ചായുന്ന പ്രകൃതാണ്, സ്വാർത്ഥതകളിലേക്ക് ചായുന്ന പ്രകൃതാണ്. അതിന് പിടിച്ചു കിട്ടുക എന്ന് പറഞ്ഞെങ്കിൽ ഒരു ചരിത്രത്തിൽ ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ സഹോദരൻ സെയ്ദ് ബിൻ അൽ ഖത്താബ്. സെയ്ദ് ബിൻ അൽ ഖത്താബിന് ഞാൻ ഇവിടെ എപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ഉമർ റളിയല്ലാഹു അൻഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള വ്യക്തിത്വമായിരുന്നു സഹോദരൻ സെയ്ദ്. ഉമറിൻ്റെ സഹോദരൻ സെയ്ദ് ബിൻ അൽ ഖത്താബ്. ഉമർ എപ്പോഴും പറയും, സബഖനി ഇല ഇഹ്ദൽ ഹുസ്നയൈൻ, രണ്ട് നന്മകളിലേക്ക് എന്നെ മുൻകടന്ന ആളാണ് സെയ്ദ് എന്ന് പറയും. കാരണം എന്താ? ഉമർ ഇസ്ലാം സ്വീകരിക്കുന്നതിന് മുമ്പ് സെയ്ദ് ഇസ്ലാം സ്വീകരിച്ചു. ഉമർ ഷഹീദാകുന്നതിന് മുമ്പ് സെയ്ദ് ഷഹീദായി യമാമ യുദ്ധത്തിൽ. ബദർ യുദ്ധത്തിൽ പങ്കെടുത്തിട്ടുണ്ട് ഉമറിനോടൊപ്പം സെയ്ദും. അപ്പോൾ സെയ്ദിന് അങ്കിയില്ല, അണിയാൻ അങ്കിയില്ല. അപ്പോൾ ഉമർ കൊടുക്കുകയാണ് ഉമറിൻ്റെ അങ്കി സെയ്ദിന്. അപ്പോൾ സെയ്ദ് പറയാണ് ഉമറിനോട്, നീ പ്രതീക്ഷിക്കുന്നത് ഞാനും പ്രതീക്ഷിക്കുന്നുണ്ട് എന്ന് പറയണം. എന്നെങ്കിൽ എനിക്ക് ഷഹീദാകണം. അങ്കി ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ എന്താ ശത്രുവിൻ്റെ വെട്ട് തടയാനാണുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഉമർ പറയണം എനിക്കിത് വേണ്ട, നിങ്ങളെടുത്തോളി. അപ്പോൾ സെയ്ദ് പറയണം എനിക്ക് വേണ്ട, നിങ്ങളെടുത്തോളി എന്ന് പറയണം. എന്തായാലും രണ്ടാളും അത്ര അടുപ്പത്തിൽ കൂറി സഹോദരങ്ങളാണ്, ജ്യേഷ്ഠനും അഞ്ചനും ഉമർ. പക്ഷേ സെയ്ദ് ബിൻ ഖത്താബ് യമാമ യുദ്ധത്തിൽ അദ്ദേഹം ജീവിച്ച് റസൂലുള്ളാഹിനോട് കൂടെ എല്ലാ മശ്ഹദുകളിലും യുദ്ധങ്ങളിലും പങ്കെടുത്ത വീരനായിരുന്നു സെയ്ദ് ഇബ്നുൽ ഖത്താബ്. യമാമ യുദ്ധത്തിലാണ് മുസ്ലിമീങ്ങളുടെ പതാക വാഹകനായിട്ട് സെയ്ദ് ബിൻ അൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഷഹീദാകുന്നത്. വലിയ ചരിത്രം. അദ്ദേഹത്തെ യമാമ യുദ്ധത്തിൽ വധിച്ച വ്യക്തി ഇസ്ലാം സ്വീകരിച്ചു. ഇസ്ലാം സ്വീകരിച്ചപ്പോൾ ഉമർ സെയ്ദ് മരിച്ചതിൽ പിന്നെ എപ്പോഴും പറയും ഇങ്ങനെ, റീഹുസബ ഉണ്ടല്ലോ, റീഹുസബ എന്ന് പറഞ്ഞെങ്കിൽ ഈ ഒരുതരം കാറ്റാണ്. ആ കാറ്റ് വരുമ്പോഴൊക്കെ ഞാൻ സെയ്ദിനെ മണക്കുന്നു എന്ന് പറയും. ആര്? ഉമർ റളിയല്ലാഹു. അത്ര ആത്മബന്ധമായിരുന്നു. അങ്ങനെയായിരിക്കാണ് ഉമറിനെ വധിച്ച വ്യക്തി ഇസ്ലാം സ്വീകരിക്കുന്നത്, സെയ്ദിനെ വധിച്ച വ്യക്തി. അപ്പോൾ ഉമർ പറയുന്നുണ്ട്, നിങ്ങൾ എൻ്റെ മുന്നിൽ നിന്ന് മാറണം, എൻ്റെ മുന്നിൽ പ്രത്യക്ഷപ്പെടരുത്. കാരണം എന്തുകൊണ്ടാണ്? എന്തുകൊണ്ടാണ്? സഹോദരന് ഓർമ്മ വരും ഇദ്ദേഹത്തെ കാണുമ്പോൾ. അതുകൊണ്ട് എനിക്ക് നിങ്ങളെ കാണുന്നത് പ്രയാസമാണ്, മാറണം എന്ന് പറയാം. അപ്പോൾ ആ വ്യക്തി പറയാണ്, എന്നോടുള്ള ഈ അകൽച്ച, എനിക്കുള്ള വല്ല ഹക്കും തടയാൻ നിങ്ങൾക്ക് പ്രേരകമാകുമോ? എനിക്കുള്ള ഹക്കുണ്ടല്ലോ, ദീനിലുള്ള അവകാശം, അത് തടയാൻ കാരണമാകുമോ എന്ന് ഉമറിനോട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഉമർ പറയണ്ടില്ല, ഇല്ല. അപ്പോൾ ഇവിടെ വിഷയതാണ്. ഇത് ചരിത്രം കൊണ്ടുവരുന്നത് എന്തിനാ?
ഉമർ റളിയല്ലാഹു തആലാനുവിൻ്റെ ആ ഒരു പിന്നെ ഇത് നഫ്സിൻ്റെ വികാരം അത് സഹോദരൻ്റെ വിഷയത്തിൽ തീവ്രമാണ്. അത് കാരണത്താൽ തന്നെ സഹോദരനെ വധിച്ച ആളെ കാണുക എന്നുള്ളത് പ്രയാസം. പക്ഷെ എന്നാലും അയാൾക്കുള്ള ഹക്ക് തടയുക എന്നുള്ളത് പിന്നെ ഉമർ റളിയല്ലാഹു തആലാനു ചെയ്യൂല എന്ന് പറയാണ്. അതാണ് നഫ്സിനോടുള്ള ജിഹാദ്. നഫ്സിനോടുള്ള ജിഹാദിൻ്റെ ഒരു ഉദാഹരണം. അത് പിന്നെ ഞാനത് പിന്നെ ഈ നിഷിദ്ധങ്ങൾ ഉണ്ടല്ലോ, നിഷിദ്ധങ്ങളൊക്കെ പിന്നെ ചെയ്യുന്ന വിഷയത്തിൽ നഫ്സിനോടുള്ള ജിഹാദ് എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞില്ലേ, ഗുഹയിൽ അകപ്പെട്ട മൂന്ന് പേർ അതിൽ ഒരാൾ ഈ ഗുഹാമുഖത്തു നിന്ന് കല്ല് മാറാൻ വേണ്ടി ദുആ ചെയ്ത വിഷയം എന്താ? പിന്നെ അയാളുടെ ഒരു ഇബ്നത്തു അമ്മിനെ പിന്നെ പിതൃവന്മാരിലൊരു പെണ്ണിനെ സ്നേഹിച്ചിരുന്നു. അയാൾ വളരെയധികം ആഗ്രഹിച്ചിരുന്നു അവളുമായിട്ടൊന്ന് ഒഴിഞ്ഞു കിട്ടാൻ. അങ്ങനെ ഇരിക്കുകയാണ് അവൾ ചെയ്യുന്നത്. ഒരു കാലക്കെടുതിയിൽ പട്ടിണി ബാധിച്ചിട്ട് ഇയാളുടെ മുമ്പിൽ കൈ നീട്ടി വരുന്നത്. ഇയാൾ പ്രേമിച്ചിരുന്ന പെണ്ണ്, ഒരവസരം കിട്ടാൻ വേണ്ടി കാത്തിരുന്ന പെണ്ണ്, അവൾ കൈ നീട്ടിയിട്ട് മുന്നിൽ വരുമ്പോൾ അവൾ മാത്രമേ ഉള്ളൂ. മനസ്സിലായില്ലേ? അപ്പോൾ ഇയാൾ പറയാണ്, അള്ളാഹുവേ, ഞാൻ അവൾക്ക് ഈ ശിരീന വമിയത്ത് ദീനാർ എന്നാണ്, 120 ദീനാർ നൽകിയെന്നാണ്. 120 ദീനാർ അവളുടെ കയ്യിൽ കൊടുക്കണം. എന്തിന്? അല അൻ തഖ്ലു വബൈനി വബൈന നഫ്സിഹ, അവൾ എൻ്റെ മുന്നിൽ കിടക്കാൻ. അത്രമാത്രം അവൾ ആവശ്യക്കാരിയാണ്, കൈ നീട്ടി വന്നതാണ്. അപ്പം 120 ദീനാർ വന്നേച്ച് കൊടുത്തിട്ട് അവളത് സമ്മതിച്ചിട്ട് കിടന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ഈ വ്യക്തി ബൈന ശുആബിഹൽ അർബ എന്നാണ്, അവളുടെ കൈക്കാലുകൾക്കിടയിൽ ഇരുന്നു എന്നാണ്. ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഇരുന്നു എന്നാണ്. അപ്പോൾ അയാളുടെ വികാരത്തിൻ്റെ ആ തീവ്രത, ആ രംഗൊന്ന് ആലോചിച്ച് നോക്കിയേ. അപ്പോഴാണ് അവൾ പറയുന്നത്, യാ അബ്ദല്ലാ ഇത്തഖില്ല ലാ തഫുദ്ദൽ ഖാതം ഇല്ലാ ബിഹഖിഹി. മനുഷ്യ, അള്ളാനെ സൂക്ഷിച്ചോ, നീ പിന്നെ ഒരു ശറഈയായ നിക്കാഹിലൂടെ അല്ലാതെ ഞാനുമായിട്ട് ശയിക്കല്ലേ എന്ന് പറയണം. അപ്പോൾ ഈ വ്യക്തി പറയാണ്, അബ്ദല്ലാ ഇത്തഖില്ല എന്ന് പറഞ്ഞപ്പോൾ ഖുംതു അൻഹ എന്നാണ്, ഇരിക്കുന്നിടത്ത് ഞാൻ എഴുന്നേറ്റു. എന്നാലോചിച്ച് നോക്കി, ആ എഴുന്നേൽക്കുന്ന സമയം, ആ അവസരം ഞാൻ എഴുന്നേറ്റു. ഇത്തഖില്ല എന്ന് കേട്ടപ്പോൾ ഞാൻ എഴുന്നേറ്റു. എന്നിട്ട് ഞാൻ അവിടുന്ന് ഓടി, ആ 120 ദീനാർ അവൾക്ക് വിട്ടുകൊടുത്തിട്ട് ഓടി എന്നാണ്. കണ്ടോ, അതാണ് നഫ്സ്, ജിഹാദുൻ നഫ്സ്, സ്വന്തം നഫ്സിനോടുള്ള ജിഹാദിൻ്റെ ഉദാഹരണം. അത് ഇപ്പം ഏതൊരു വിഷയത്തിലൂട്ടാണ്. ഇപ്പം നമ്മൾ ഇപ്പം നമ്മളുടെ കളവിൽ ഉണ്ടല്ലോ, ഫജറിൻ്റെ സമയത്ത് ഉറങ്ങൽ എന്താ, ഇപ്പം പ്രത്യേകിച്ച് ചൂടാണ്, പുറത്ത് അകത്ത് AC ഇട്ടിട്ട് നല്ല ചുരുട്ട് കൂടി കിടക്കാൻ നല്ല പിന്നെ ഒരവസരമല്ലേ, ഭയങ്കര ഇമ്പാണ്, അവസരമാണ്. പക്ഷേ അപ്പോൾ അസ്സലാത്തു ഖൈറുൻ മിനന്നൗം, അസ്സലാത്തു ഖൈറുൻ മിനന്നൗം എന്ന് കേൾക്കുമ്പോൾ അവിടെയാണ് ജിഹാദുൻ നഫ്സ്. നമ്മളെ കളവിലെന്നും ജിഹാദുൻ നഫ്സിൻ്റെ ഒരു വേദി അതാണ്. ഏതായാലും ഞാൻ പറഞ്ഞ ജിഹാദ്, നഫ്സിനോടുള്ള ജിഹാദുണ്ട്, അതേപോലെ ഷെയ്ത്താനോടുള്ള ജിഹാദുണ്ട്. ഷെയ്ത്താൻ ശുബ്ഹാത്ത് കൊണ്ടുവരും, സന്ദേഹങ്ങൾ. ഷെയ്ത്താൻ ഷഹ്വത്ത് കൊണ്ടുവരും, വികാരം. ഷെയ്ത്താൻ ഇങ്ങനെയാണ് ആൾ പെടുത്തുക, ഒന്നുകിൽ വികാരം ഇക്കിളിപ്പെടുത്തും, അല്ലെങ്കിൽ സന്ദേഹങ്ങൾ, സംശയങ്ങൾ കൊണ്ടുവരും, അല്ലേ? അപ്പോൾ അവിടെയാണ് ഷെയ്ത്താനോടുള്ള ജിഹാദ്. പിന്നെ ശത്രുവിനോടുള്ള ജിഹാദ്, അത് കായികമായുള്ള ജിഹാദുണ്ട്, ആയുധം, പോരാട്ടം. അതേപോലെ തന്നെ നാവ് കൊണ്ടുള്ള ജിഹാദുണ്ട്, അല്ലേ? നാവ് കൊണ്ടുള്ള ജിഹാദുണ്ട്, പ്രബോധനം, സംവാദം. അതേപോലെ സാമ്പത്തികമായിട്ടുള്ള ജിഹാദ്, സ്വത്ത് വിനിയോഗിച്ച്, ശരീരം വിനിയോഗിച്ച്, സംസാരം വിനിയോഗിച്ചൊക്കെയുള്ള ശത്രുവിനോടുള്ള ജിഹാദ് പല നിലക്കാണ്, പല രീതിയിലാണ്. വമൻ ജാഹദ, അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് വല്ലവരും ജിഹാദ് ചെയ്താൽ എന്നാണ്. ആരോട് ജിഹാദ് എന്ന് അള്ളാഹു പറഞ്ഞിട്ടില്ല, വമൻ ജാഹദ എന്നാണ് പറഞ്ഞത്. അപ്പോൾ നഫ്സിനോടുള്ള ജിഹാദ്, ഷെയ്ത്താനോടുള്ള ജിഹാദ്, ശത്രുവിനോടുള്ള ജിഹാദ്. ശത്രു പിന്നെ കുഫാറിൽ നിന്നിട്ട്, അവിശ്വാസികളിൽ നിന്നിട്ട്, പിന്നെ മുനാഫിക്കുകളിൽ നിന്നുണ്ട്,
മുനാഫികളിൽ നിന്നുണ്ട്. അതേപോലെ തന്നെ മുസ്ലിമീൻ നാമധാരികളായിട്ടുള്ള തീവ്രവാദികൾ, ഭീകരന്മാർ, അവരൊക്കെ ശത്രുക്കളിൽപ്പെടും. വല്ലവരും ജിഹാദ് ചെയ്താൽ, എന്താ ജിഹാദ് ചെയ്താൽ? വമൻ ജാഹദ ഫഇന്നമാ യുജാഹിദു ലിനഫ്സിഹി. അവിടെ വമൻ ജാഹദ വല്ലവരും ജിഹാദ് ചെയ്യുകയായാൽ, ആയാൽ ഷർത്താണ്, എന്താ? എൻ്റെ ജവാബാണ്. ഇന്നമാ യുജാഹിദു ലിനഫ്സിഹി. എന്താ? യുജാഹിദു അവൻ ജിഹാദ് ചെയ്യുന്നു, ലിനഫ്സിഹി അവൻ്റെ നഫ്സിന് വേണ്ടി, അവൻ നഫ്സിന് വേണ്ടി. ഇന്നമ എന്ന് പറയുമ്പോൾ എന്തായി അർത്ഥം? അവൻ്റെ നഫ്സിന് വേണ്ടി മാത്രം. അപ്പോൾ ജിഹാദ് ചെയ്യുന്നവൻ ജിഹാദ് ചെയ്യുമ്പോൾ അതിൻ്റെ ആനുകൂല്യം, അതിൻ്റെ നേട്ടം, അതിനാലുള്ള വിജയം അതാർക്ക് മാത്രമാണ്? ലിനഫ്സിഹി, ജിഹാദ് ചെയ്തവന് മാത്രം എന്നാണ്. ഇവിടെ ഇന്നമാ യുജാഹിദു അവൻ ജിഹാദ് ചെയ്യുന്നു, ലിനഫ്സിഹി അവൻ്റെ നഫ്സിന് എന്ന് പറഞ്ഞെങ്കിൽ ഇവിടെ ഉദ്ദേശം അവൻ്റെ നഫ്സിൻ്റെ വിജയത്തിന് മാത്രം എന്ന് പറഞ്ഞിട്ടെങ്കിൽ പിന്നെ അള്ളാഹു പറഞ്ഞിട്ടാണ് ജിഹാദ് ചെയ്യണത്. അള്ളാഹുവിന് എന്തെങ്കിലും പിന്നെ നേടിക്കൊടുക്കാനോ ആനുകൂല്യങ്ങൾ അള്ളാഹുവിന് പിന്നെ ലഭിക്കാനോ വേണ്ടിയല്ല. പിന്നെയോ ആനുകൂല്യങ്ങളും നേട്ടങ്ങളും ആർക്ക് തന്നെയാണ്? ആരാണോ ജിഹാദ് ചെയ്യുന്നത് അവനാണ്. അത് അവന് മാത്രം എന്ന് പരിമിതപ്പെടുത്താണ്. ഇന്നമ അത് ജിഹാദിൻ്റെ മാത്രം വിഷയമാണോ? ഏതൊരു കർമ്മം ചെയ്താലും എന്താ? ഏതൊരു കർമ്മം ചെയ്താലും അതിൻ്റെ ബെനിഫിറ്റ് അല്ലെങ്കിൽ അതിൻ്റെ ഫായിദ ആയിരിക്കാം കർമ്മം ചെയ്യുന്നവനാണ്. കർമ്മം ചെയ്യുന്നവനാണ്. അത് അള്ളാഹു പറഞ്ഞിട്ടുണ്ട്. ലൗ അന്ന അവ്വലക്കും ആഖിറക്കും, ആദ്യാന്തമുള്ള മനുഷ്യർ, വജിന്നക്കും ഇൻസക്കും, അതിൽ ജിന്നും ഇൻസും എല്ലാവരും, ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം അന്തിമ മനുഷ്യൻ വരെ, ജിന്ന് വർഗം മുഴുവൻ എല്ലാവരും എങ്ങനെയായി? പിന്നെ അത്ഖ ഖൽബി റജുലിൻ എന്നാണ്. എല്ലാവരും ഏറ്റവും ഭക്തനായൊരു മനുഷ്യൻ്റെ ഹൃദയമുള്ളവരായി. ലോകം മുഴുവൻ, മാനവർ മുഴുവൻ, ആദ്യാന്തമുള്ളവർ, അതിൽ മനുഷ്യരും ജിന്നുകളുമെല്ലാം എല്ലാവരും ഏറ്റവും നല്ല ഭക്തൻ്റെ മനസ്ഥിതിയിലായി. ആരും എന്തില്ല, ആരിലും കള്ളമില്ല, പൊള്ളത്തരല്ല, ഒന്നുമില്ല. എല്ലാവരും നല്ല ഭക്തിയിൽ അങ്ങനെ ഈ ലോകത്തെ പരിലസിച്ചാൽ അള്ള പറയുന്നത് മാസാദ ഫീ മുൽക്കി ഷെയ് എന്നതാണ്. അതൊരിക്കലും എൻ്റെ അധികാരത്തിൽ, എൻ്റെ മുൽക്കിൽ ഒട്ടും വർദ്ധിപ്പിക്കൂല എന്നാണ്. ഒട്ടും വർദ്ധിപ്പില്ല. അപ്പം എല്ലാവരും ആളുകൾ എത്ര ഭക്തിയിൽ ചെയ്താലും അതിൻ്റെ ലാഭമായിരിക്കും തന്നെയാണ് ചെയ്യുന്നവർക്ക്. അവർക്ക് പരിമിതം എന്നാണ്. ഇന്നാണ് ഇനി റസൂലുള്ളാഹി അള്ളാഹു പറഞ്ഞു, സ്വലാസ്ലം തങ്ങൾ പറയണം, അള്ളാഹു പറഞ്ഞായിട്ട് എല്ലാവരും അല അഫ്ജരി ഖൽബിൻ റജുലിൻ, എല്ലാവരും ഏറ്റവും മോശമായ മനുഷ്യൻ്റെ അവസ്ഥയിൽ ജീവിച്ചു. മോശമായ മനുഷ്യൻ, മോശമായ കൽബുള്ളൊരു മനുഷ്യൻ ഈ ദുനിയാവിൽ അങ്ങനെ ആദ്യാന്തം എല്ലാ മനുഷ്യരും പിന്നെ ജിന്നുകളും ഇവിടെ ജീവിച്ചു, നന്മ ഒട്ടുമില്ലാതെ ജീവിച്ചു. പറയുന്നത് മാ നഖസമിൻ മുൽക്കി ഷൈഅൻ, അതെൻ്റെ മുൽക്കിൽ ഒട്ടും കുറവ് വരുത്തൂല എന്നാണ്. അപ്പം അള്ളാഹു സുബ്ഹാനഹു വ തആല ഇവിടെ പറയുന്നുണ്ട് ഖനിയാണ്, അള്ളാഹു റിച്ച്, ധന്യനാണ്. അള്ളാഹ്ക്ക് വേണ്ട, ചെയ്യാൻ പറഞ്ഞത് സ്വന്തത്തിന് വേണ്ടിയാണ്. മുജാഹദ ഫഇന്നമാ യുജാഹിദു ലിനഫ്സിഹി, അവൻ ജിഹാദ് ചെയ്യുന്നത് ലിനഫ്സിഹി തൻ്റെ നഫ്സിന് അനുകൂലമായി. നഫ്സിഹി എന്നാണ്, തൻ്റെ നഫ്സിന് അനുകൂലമായി. അതിൻ്റെ വിജയം സ്വന്തത്തിനാണ്. പക്ഷെ ജിഹാദ് ചെയ്തിട്ടുണ്ടെങ്കിൽ സ്വന്തത്തിന് മാത്രമല്ലല്ലോ, സമൂഹത്തിന് മൊത്തത്തിലില്ലേ. ഒരാൾ നന്നായാൽ അയാൾക്ക് വേണ്ടി മാത്രമാണോ? ഒരുത്തൻ പാപകർമ്മം ചെയ്തിടുകിൽ അതിൻ ഫലം പരക്കെ ജനങ്ങൾക്കൊക്കെ തട്ടുന്നതാണ് അല്ലേ? അതേപോലെ തന്നെ നന്മ ചെയ്തിടുകിൽ അതിൻ ഫലം എല്ലാവർക്കും ഇല്ലേ? അപ്പോൾ എന്താ, ലോകം നന്നായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മെച്ചമായിരിക്കും തന്നെയാണ്, സ്വന്തത്തിനാണ് അല്ലേ? ലോകം മുഴുവൻ കേടായി ഈ ഒരാൾ മാത്രം നന്നായിട്ടുണ്ടെങ്കിൽ വല്ല ഗുണമുണ്ടോ? ഇല്ല. അപ്പോൾ പിന്നെ ഇവിടെ ലിനഫ്സിഹി എന്ന് പറഞ്ഞത് സൂക്ഷ്മമായിട്ട് തന്നെയാണ്, സ്വന്തത്തിനാണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആത്യന്തികമായിട്ട് നോക്കുമ്പോൾ ഒരാൾ നന്മ ചെയ്തിട്ടുണ്ടെങ്കിൽ, ജിഹാദ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഫലവും ഗുണവും
അത് സ്വന്തത്തിന് തന്നെയാണ് എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. അപ്പോൾ സ്വന്തത്തെ വിചാരിച്ചിട്ട് നല്ലത് ചെയ്യണം, ജിഹാദ് ചെയ്യണം എന്നാണ് ഇവിടെ അതിൻ്റെ ഒരു ബോധനം. അള്ളാഹു സുബ്ഹാനഹു വ തആല തീർത്ത് പറഞ്ഞു, ഇന്നമ, അള്ളാഹുവാണ് കൽപ്പിക്കണത് ജിഹാദ് ചെയ്യാൻ. അതിൻ്റെ ഫലവും ജിഹാദ് ചെയ്യുന്നവന് മാത്രമാണ് എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയണം. അള്ളാഹ്ക്ക് അതിൽ നിന്നൊന്നുമില്ല. കാരണം എന്തുകൊണ്ട്? ഇന്നല്ലാഹ ലഗനിയുൻ അനിൽ ആലമീൻ. ഇന്നല്ലാഹ്, കാരണം അള്ളാഹു സുബ്ഹാനഹു വ തആല ലഗനിയുൻ, ല, ഇവിടെ ഇന്നയും ല ഉണ്ടല്ലോ. ഇവിടെ കാരണം എന്നർത്ഥമുള്ളത് പോലെ തന്നെ തീർച്ചയായും എന്നർത്ഥമുണ്ട്. ഇന്ന ല രണ്ടും തീർച്ചയായും എന്ന അർത്ഥത്തെ കൊണ്ടുവരാനാണ്. അള്ളാഹു തീർത്ത് പറയാണ്, ഇന്നല്ലാഹ് ലഗനിയുൻ, അള്ളാഹു ഗനിയാണ്. എന്താ അള്ളാഹു ഗനിയുൻ? അള്ളാഹു സുബ്ഹാനഹു വ തആല ഗനി പറഞ്ഞാൽ അള്ളാഹു പറയും. അള്ളാഹു സുബ്ഹാനഹു വ തആല ഗനി, എന്താ ഗിന, ഗനി ധന്യൻ അല്ലേ, റിച്ച്. അള്ളാഹു ഗനിയാണ്. അസ്മാഉൽ ഹുസ്നയിൽപ്പെട്ടല്ലേ, നമുക്ക് സൂറത്തുൽ ലുഖ്മാനിൽ വന്നില്ലേ, ഗനിയുൻ ഹമീദ്, അൽ ഗനിയുൽ ഹമീദ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഗനിയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാവർക്കും ആശ്രയിക്കാവുന്ന, എന്നാൽ ആരെയും ആശ്രയിക്കേണ്ടതില്ലാത്ത ധനികൻ, ധന്യൻ, സമ്പന്നൻ ആണ് ആര്? അള്ളാഹു സുബ്ഹാനഹു വ തആല. എല്ലാവർക്കും ആശ്രിതൻ. അത് എത്ര വലിയവനായാലും എത്ര ചെറിയവനായാലും. ഇബ്നു അബി ഹാത്തിം തഫ്സീറിൽ പിന്നെ മഴയ്ക്ക് വേണ്ടി സലാത്തുൽ ഇസ്തിസ്ഖ നിർവഹിക്കാൻ സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമയും കൂടെയുള്ളവരും പോണ ഒരു ചരിത്രം പറയുന്നുണ്ട്. അപ്പോൾ സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം ആളുകളെ കൂട്ടിയിട്ട് മഴയ്ക്ക് വേണ്ടിയിട്ട് നിസ്കരിക്കാൻ പോവുകയാണ്. അപ്പോൾ പോകുന്ന വഴിയിൽ ഒരു ഉറുമ്പ് മലർന്ന് കിടന്ന് ഇങ്ങനെ പിന്നെ മലർന്ന് കിടന്ന് കൈക്കാലുകൾ മാനത്തേക്ക് ഇങ്ങനെ അടിക്കുകയാണ്. അത്രയും വരൾച്ച. അപ്പോൾ അതെന്താ പറയുന്നത്? സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമക്ക് എന്താ അറിയാം? ഇതിൻ്റെ സംസാരം അറിയാം, ഭാഷ അറിയാം. അള്ളാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ അത് പറയുന്നതായിട്ട് ആ നിവേദനത്തിലുള്ളത്, അല്ലാഹുമ്മ ഇന്നാ ഖൽഖും മിൻ ഖൽഖിക് ലാ ഗിന ലനാ അൻ റിസ്ഖിക്. അള്ളാഹുവെ, ഞങ്ങൾ നിൻ്റെ സൃഷ്ടികളിൽ ഒരു സൃഷ്ടിയാണ്. ഈ ഉറുമ്പ് പറയണം, അള്ളാഹുവെ ഇന്നാ ഖൽഖും മിൻ ഖൽഖിക് ലാ ഗിന ലനാ അൻ റിസ്ഖിക്. നിൻ്റെ റിസ്ക്, മഴ, അതിൽ നിന്ന് ഞങ്ങളൊരിക്കലും എന്താണ് ധന്യരല്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് അത് അത്യന്താപേക്ഷിതമാണ്. എന്നിട്ട് പറയണത്, അതുകൊണ്ട് പിന്നെ ഫസ്ഖിന, നീ ഞങ്ങൾക്ക് മഴ തരണേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അതില്ല എങ്കിൽ ഫതുഹ്ലിക്കന, ഇമ്മാൻ തുസ്ഖിയന വ ഇമ്മാൻ തുഹ്ലിക്കന ഔക്കമക്കല്ലേ. ഒന്നുകിൽ നീ ഞങ്ങൾക്ക് മഴ തരണം, അല്ലെങ്കിൽ നീ ഞങ്ങളെ തീർക്കണം. ഒന്നുകിൽ നീ ഞങ്ങൾക്ക് മഴ തരണം, വ ഇമ്മാൻ തുഹ്ലിക്കന, അല്ലെങ്കിൽ നീ ഞങ്ങളെ പിന്നെ കൊല്ലണം, നശിപ്പിക്കണം എന്ന് പറയുമ്പോൾ സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം ആളുകളോട് പറയണ, ഇർജിഉ, നമുക്ക് നിങ്ങൾ മടങ്ങിക്കോളി, പിന്നെ സുഖീത്തും ബിഗൈരിക്കുന്നോ, നിങ്ങളല്ലാത്തവർക്ക് കാരണത്താൽ നിങ്ങൾക്ക് മഴ പെയ്യും എന്ന് പറയാം. എന്നിട്ട് മടങ്ങുകയാണ്. കാരണം ഈ ഉറുമ്പിൻ്റെ പ്രാർത്ഥന അവിടെ നോക്കി നിങ്ങൾ, ആ ഉറുമ്പ് ലാ ഗിന ലനാ അൻ റിസ്ഖിക്. ഇപ്പം ആ ഉറുമ്പ് വരെ അള്ളാഹുവിലേക്ക് ആശ്രിതനാണ്, അള്ളാഹുവിലേക്ക് ആവശ്യക്കാരനാണ്. അതാണ് പടപ്പുകൾ ആരായാലും ചെറുതായാലും വലുതായാലും അവർക്കൊക്കെ ആശ്രയിക്കേണ്ട റിച്ച് ആണ് ആര്? ഗനിയായ അള്ളാഹു സുബ്ഹാനഹു വ തആല. അതുകൊണ്ടാണ് ഇന്നല്ലാഹ്, തീർച്ചയായും അള്ളാഹു ലഗനിയുൻ, അവൻ ഗനിയാകുന്നു, ധന്യനാകുന്നു. തീർച്ച, തീർച്ച. ആരിൽ നിന്നും ധന്യനാകുന്നു? അനിൽ ആലമീൻ. അനിൽ ആലമീൻ എന്ന് പറഞ്ഞാൽ മുഴുലോകരിൽ നിന്നും, മുഴുലോകരിൽ നിന്നും. ആലമീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അള്ളാഹു ഒഴികെയുള്ളവർ, അള്ളാഹു ഒഴികെയുള്ളവരാണ് ആലമീൻ. ആലമുൽ ഇൻസ്, മനുഷ്യരുടെ ലോകം. ആലമുൽ മലായിക, മലക്കുകളുടെ ലോകം. ആലമുൽ ജിൻ, ജിന്നുകളുടെ ലോകം. ആലമു ഷയാത്തീൻ, ശൈത്താന്മാരുടെ ലോകം. ഇങ്ങനെ ആലം കുറേ ഉണ്ട്. അതുകൊണ്ടാണ് ആലമീൻ, ആലമൂൻ എന്ന് പറയുന്നത്, ലോകർ. ഇവരിൽ നിന്നെല്ലാം അള്ളാഹു ലഗനിയുൻ. അള്ളാഹ് ആരാണ്? അള്ളാഹു റിച്ച്, ധനികനാകുന്നു എന്നാൽ ഈ ലോകർക്ക് മുഴുവൻ അള്ളാഹു വേണം. എന്നാൽ അള്ളാഹ്ക്ക്
ആരും വേണ്ട. അള്ളാഹു സ്വയം പര്യാപ്തനാണ്, സ്വയം ധന്യനാണ്, എല്ലാത്തിനും കഴിവുറ്റ അള്ളാഹുവാണ്. അതുകൊണ്ട് തന്നെ വല്ലവരും ജിഹാദ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഫൈനമായി യുജാഹിദുലി നഫ്സിഹി, അവൻ ജിഹാദ് ചെയ്യുന്നതിൻ്റെ ഫലം അവന് തന്നെയാകുന്നു എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല തീർത്ത് പറയാം. അള്ളാഹു ഗനിയാണ് അനിൽ ആലമീൻ വമൻ കഫറ ഫഇന്നല്ലാഹ ഗനിയുൻ അനിൽ ആലമീൻ. വമൻ കഫർ, വല്ലവരും കഫർ നന്ദികേട് കാണിച്ചു അല്ലെങ്കിൽ അവിശ്വസിച്ചാൽ അള്ളാഹ്ക്ക് വല്ല പ്രശ്നമുണ്ടോ? ഇല്ല. ഫഇന്നല്ലാഹ ഗനിയുൻ അനിൽ ആലമീൻ, അള്ളാഹു ലോകരിൽ നിന്ന് ഗനിയാണെന്ന് പറയുന്നു. അതേപോലെ വേറെയും ധാരാളം ആയത്തുകൾ കാണാം. അള്ളാഹു സുബ്ഹാനഹു വ തആല ഗനിയാണ്. അള്ളാഹുവിൻ്റെ നാമങ്ങളിൽ ഒരു നാമമാണ് അൽ ഗനി. അള്ളാഹു സുബ്ഹാനഹു വ തആല ധന്യനാണ് എന്നുള്ളത്. അള്ളാഹു ഗനിയാണ്. അള്ളാഹു പറഞ്ഞു ഗനിയാണ്, ഒപ്പം അള്ളാഹു ഹമീദാണ്, അള്ളാഹു കരീമാണ്, അള്ളാഹു ഹലീമാണ്. ധനികനാണെന്നതോടൊപ്പം അള്ളാഹു സുബ്ഹാനഹു വ തആല ഹമീദ്, കരീം, ഹലീം, ദുർറഹ്മ അല്ലേ? എവിടെ പറഞ്ഞത്? അൽ ഗനിയു ദുർറഹ്മ. അള്ളാഹു സുബ്ഹാനഹു വ തആല റഹ്മത്തുള്ള ഗനിയാണെന്ന് പറഞ്ഞില്ലേ? എവിടെ പറഞ്ഞത്? കഹ്ഫിലല്ലേ? റബ്ബുക്കൽ ഗനിയു ദുർറഹ്മ അല്ലേ? നിൻ്റെ റബ്ബ് ഗനിയാണ്, ദുർറഹ്മ, റഹ്മത്തുള്ളവനാണെന്ന് പറഞ്ഞു. പടപ്പുകളിൽ പല ധനികരുണ്ട് അല്ലേ? പക്ഷേ ആ ധനികരുടെ മുഴുവൻ കർമ്മങ്ങളും പ്രവൃത്തികളും ഒക്കെ സ്തുത്യർഹമാണോ? പ്രത്യേകിച്ച് ഇപ്പോൾ ഈ വേൾഡ് കപ്പിൻ്റെ പശ്ചാത്തലത്തിൽ അല്ലേ? ഇപ്പോൾ ഈ സമ്പത്തിൻ്റെ വിഷയത്തിലുണ്ടല്ലോ, നേർക്കോലി മുതൽ രാജവെമ്പാല വരെ ഉള്ള മനുഷ്യന്മാരുണ്ടല്ലോ, എന്തൊക്കെ പിന്നെ ഈ അവിവേകങ്ങളാണ് കാണിക്കുന്നത്. ഈ പണം എറിഞ്ഞിട്ട് വേണ്ടാത്തരങ്ങൾ സ്തുത്യർഹമായിട്ടുള്ള വാക്കുകളോ പ്രവൃത്തികളോ പലപ്പോഴും മനുഷ്യർ ധനികരിൽ നിന്ന് പ്രത്യേകിച്ച്, അതേപോലെ തന്നെ പലരും പൈസ ഉണ്ട്, സമ്പത്തുണ്ട്, പിശുക്കരാണ്, ഔദാര്യവന്മാരല്ല. അതേപോലെ തന്നെ പലരുടെയും വിവേകപൂർവ്വമല്ല, ഹലീമല്ല. പക്ഷെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഗനിയാണ്, ഒപ്പം ഹമീദാണ്, കരീമാണ്, ഹലീമാണ്, ദുർറഹ്മ, റഹ്മത്ത് ഉള്ള അള്ളാഹുവാണ്. അവൻ ഗനിയാണെന്നതോടൊപ്പം ഏതായാലും അള്ളാഹു സുബ്ഹാനഹു വ തആല ഇന്നല്ലാഹ ലഗനിയ്യുൻ അനിൽ ആലമീൻ. അതുകൊണ്ട് തന്നെ അള്ളാഹ്ക്ക് ഒരാളും ജിഹാദ് ചെയ്യേണ്ട ആവശ്യമില്ല. ജിഹാദ് ചെയ്യുന്നെങ്കിൽ അതിൻ്റെ നേട്ടം ജിഹാദ് ചെയ്യുന്നവന് തന്നെ എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇവിടെ തീർത്ത് മുറിച്ച് പറയുന്നു. ഇന്നമ എന്ന പ്രയോഗത്തിലൂടെ, ഇത് ഹസറിൻ്റെ പരിമിതപ്പെടുത്തിക്കൊണ്ടുള്ളതായ ഒരു പ്രയോഗമാണ്. ഖലാസ്. ഇവിടെ നമ്മൾ മൻ കാന യർജു ലിഖാ അല്ലാഹ് ഫഇന്ന അജലല്ലാഹി ലആതീൻ. നമുക്കിനി അടുത്ത പിന്നെ ക്ലാസ്സിൽ ഇൻഷാ അല്ലാഹ് അടുത്ത ആയത്ത് പറയുമ്പോൾ അതിൻ്റെ ചില വിഷയങ്ങൾ അവിടെ പറയാം ബിഇദ്നില്ലാഹ്.